പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, ഒരു നിമിഷം ഈശോയിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. 91-ാമത്തെ സങ്കീർത്തനം നമ്മളോട് പറയുന്നത്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കുമെന്നാണ്. ഈ ദിവ്യകാരുണ്യ ആരാധനാ സമയം, ഈ അല്പസമയം ഈശോയുടെ ദിവ്യകാരുണ്യവുമായി ഒട്ടി നിൽക്കാൻ, സ്നേഹത്തിൽ ഈശോയോട് ഒട്ടി നിൽക്കാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുക, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതാണ് നമ്മൾ കാണുക. ഈശോയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട ജനത്തിന് ഭക്ഷണം കൊടുക്കണമെന്ന് ഉള്ളിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ച് ഈശോ പറയുന്നത് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക എന്നാണ്. ഇത് നമ്മളോട് ഓരോരുത്തരോടും തമ്പുരാൻ പറയുന്നൊരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട ജനത്തിന് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർ ഈശോയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഒഴിഞ്ഞ കൈകളായിട്ടാണ്, ഒന്നുമില്ല കൊടുക്കാനായിട്ട്. കാരണം എവിടെയൊക്കെയോ ഉണ്ടായിരുന്നതൊക്കെ കൊടുത്തു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, ഒഴിഞ്ഞ കരങ്ങളായിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുക. വീണ്ടും ഈശോ പറയുന്നത് നിങ്ങൾ തന്നെ അവർക്ക് കൊടുക്കുക എന്നാണ്. ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഏൽപ്പിക്കുക. എൻ്റെ ജനത്തിന് ഭക്ഷണം കൊടുക്കുക, എൻ്റെ ജനത്തിന് എന്നെ വിളമ്പിക്കൊടുക്കുക എന്ന്. ഒരു കുട്ടിയെ ഈ ശിഷ്യന്മാർ കണ്ടുപിടിക്കാൻ, അവൻ്റെ കയ്യിലുള്ളത് 5 അപ്പവും 2 മീനുമാണ്. ഈ ഒരു അത്ഭുതത്തിൻ്റെ പിന്നിൽ തൻ്റെ മകനു വേണ്ടി അപ്പം ഒരുക്കിയ ഒരു അമ്മയുടെ ചിത്രം കൂടെ നമുക്ക് കാണാൻ പറ്റും. ഈശോയുടെ അടുത്തേക്ക് അവൻ്റെ വചനം കേൾക്കാൻ വേണ്ടി തൻ്റെ മകൻ പോകുമ്പോൾ സന്തോഷത്തോടു കൂടെ അവൻ്റെ ഉച്ചഭക്ഷണം പൊതികെട്ടി കൊടുത്തു വിടുന്നൊരു അമ്മയുണ്ട്. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മളതിൽ വ്യക്തമായിട്ട് എഴുതുന്നില്ലെങ്കിൽ കൂടെ ഈ കൊച്ചിന് ഭക്ഷണം കൊടുത്തു വിടുന്നത് അവൻ്റെ അമ്മ തന്നെയാണ്. അമ്മ ഒരുപക്ഷെ മകനോട് പറഞ്ഞിട്ടുണ്ടാവണം, മുഴുവൻ കഴിക്കണം, ആർക്കും കൊടുക്കരുത്. സാധാരണ നമ്മൾ മക്കൾക്ക് ഭക്ഷണം കൊടുത്തു വിടുമ്പോൾ പറയുന്നൊരു കാര്യം, മുഴുവനും കഴിക്കണം, ആർക്കും കൊടുക്കരുത്. പക്ഷേ ഈശോ ആവശ്യപ്പെട്ടതനുസരിച്ച് അവൻ്റെ ശിഷ്യന്മാരുടെ കയ്യിലേക്ക് തൻ്റെ കൊച്ചു വയറിൻ്റെ വിശപ്പ് മറന്നുകൊണ്ട് ഈ കുഞ്ഞ് ഈ അപ്പവും മീനും വെച്ച് കൊടുക്കുമ്പോൾ എൻ്റെ ഈ വിശപ്പിനെ തമ്പുരാൻ മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റുന്ന ഒരു അപ്പമാക്കി മാറ്റുമെന്ന് ഈ കുഞ്ഞിന് ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ ഭക്ഷണത്തിനുള്ള അപ്പം ഈശോയുടെ കയ്യിലെത്തുമ്പോൾ അവൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഈശോ അപ്പം ആശീർവദിച്ച് മുറിക്കുന്നു. മുറിയപ്പെടൽ എപ്പോഴും ഒരു വേദനയാണ്. അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ തമ്പുരാൻ്റെ കയ്യിലിരുന്ന് ഇങ്ങനെ മുറിയുന്നത് കാണുമ്പോൾ അവനൊരുപാട് വേദനയുണ്ട്. പക്ഷേ ഈ മുറിക്കലിന് ശേഷം അത് വിളമ്പി ഒരു അത്ഭുതമാക്കി ഈശോ വിളമ്പുന്നത് ഇവൻ നിറകണ്ണോടെ കണ്ടിരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ആരും കൊടുത്തില്ല, ഈ കൊച്ചു മാത്രമേ കൊടുത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമർപ്പണവും നമ്മുടെ കുടുംബജീവിതമൊക്കെ ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ, പൂർണ്ണമായിട്ട് കൊടുക്കുമ്പോൾ മുറിക്കലുകളുണ്ടാവും, വേദനകളുണ്ടാവും, കണ്ണീരുണ്ടാവും. പക്ഷേ ഈ മുറിയപ്പെടുന്ന അവസരങ്ങളിലൊക്കെ ഈശോയുടെ കയ്യിലാണ് നമ്മളെ പൂർണ്ണമായിട്ട് കൊടുക്കുന്നതെങ്കിൽ ആ മുറിയപ്പെടലിന് ശേഷം നമ്മളൊരു അത്ഭുതമായി വിശ്വാസത്തിൻ്റെ അടയാളമായിട്ട് മാറുമെന്ന് ഈ സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് ഈ സുവിശേഷം ധ്യാനിച്ചുകൊണ്ട് നമുക്കിന്ന് ഈശോയെ ആരാധിക്കാം. ഒരു നിമിഷം കൈകൾ കൂപ്പി നമുക്ക് ദിവ്യകാരുണ്യ ഈശോയെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ നിമിഷം വിശക്കുന്ന ഓരോ മക്കളെയും നിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ, ഞങ്ങളാൽ കഴിയും വിധം വിശക്കുന്ന വയറുകൾക്ക് അപ്പമായി മാറാൻ, അവർക്ക് ആഹാരം കൊടുക്കാൻ നിൻ്റെ വലിയ കൃപ നൽകണമേ. ഈശോയെ, എൻ്റെ സ്വപ്നങ്ങൾ മറന്നുകൊണ്ട്, എൻ്റെ ആഗ്രഹങ്ങൾ മറന്നുകൊണ്ട് നിനക്കായി വേല ചെയ്യാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. ഈ നിമിഷം പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഓരോരുത്തരെയും പ്രാർത്ഥിക്കാമെന്ന് നാം ആർക്കൊക്കെ വാക്കു കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ പൊന്നുതമ്പുരാൻ്റെ കരങ്ങളിൽ നൽകിക്കൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഓരോ മക്കളെയും ഈ നിമിഷം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെയും ഓർക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുറവുകളിൽ നിറവായിട്ട് മാറണമേ തമ്പുരാനെ. ഈശോയെ, കണ്ണീരിലൂടെ കടന്നു പോകുമ്പോൾ, വിശപ്പിലൂടെ കടന്നു പോകുമ്പോൾ
ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ നിൻ്റെ ദിവ്യകാരുണ്യം എൻ്റെ ഹൃദയത്തിൻ്റെ, എൻ്റെ ശരീരത്തിൻ്റെ വിശപ്പകറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പിതാവേ, സകല മാലാഖമാരെ, വിശുദ്ധരെ, ഈ ദിവ്യകാരുണ്യ ഈശോയോടെ ഇങ്ങനെ എപ്പോഴും ഒട്ടിച്ചേർന്ന് ജീവിക്കുവാൻ നിങ്ങളുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഒരുമിച്ച് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി നമുക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കുരിശടയാളം വരച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.